പ്രായഭേദമന്യേ എല്ലാവരിലും കണ്ടുവരുന്ന ഒരു ശീലമാണ് അമിതമായ ഫോൺ ഉപയോഗം. അമിതമായി ഫോൺ ഉപയോഗിക്കുന്നതിലൂടെ സ്വന്തം ജീവിത ശൈലികളിൽ വരെ മാറ്റം വന്നിട്ടുള്ളവർ ഏറെയാണ്. ഒരു പരിധിയിൽ കൂടുതൽ സമയം ഫോൺ ഉപയോഗിക്കുന്നതിലൂടെ അതിന് അടിമപ്പെടുകയും മറ്റു കാര്യങ്ങളിൽ ഒന്നും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാതെ ആവുകയും ചെയ്യുന്ന അവസ്ഥ ഇപ്പോൾ പലരിലും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ആരോഗ്യ മാനസിക പ്രശ്നങ്ങൾ ഇതിനെ തുടർന്ന് ഉണ്ടാകുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. ഇങ്ങനെ അമിതമായി ഫോൺ ഉപയോഗിക്കുന്നവരിൽ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് പോപ്കോൺ ബ്രെയിൻ സിൻഡ്രോം. തുടർച്ചയായി ഫോൺ ഉപയോഗിക്കുന്നതിലൂടെ ഒരു കാര്യത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാതെ വരുന്ന ഒരവസ്ഥയാണ് പോപ്കോൺ ബ്രെയിൻ സിൻഡ്രോം. ഇപ്പോൾ ഒരു പരിധിയിൽ കൂടുതൽ ആൾക്കാരിൽ ഇത് സ്വാഭാവികമായി കണ്ടുവരുന്നുണ്ട്. ഇത് ഉണ്ടാവുന്നതിലൂടെ വിശ്രമിക്കാൻ തോന്നാതെ ആവുകയും എപ്പോഴും ഫോൺ പോലെയുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കാനുള്ള പ്രവണത കൂടി വരികയും അതേ തുടർന്ന് ഉത്കണ്ഠ, വിഷാദം, ഉറക്കമില്ലായ്മ എന്നിവ ബാധിക്കുകയും ചെയ്യുന്നു. പോപ്കോൺ ബ്രെയിൻ സിൻഡ്രോം പ്രധാനമായും കണ്ടുവരുന്നത് കൗമാരപ്രായക്കാരിലും ചെറുപ്പക്കാരിലുമാണ്. ഫോണുകൾ തുടർച്ചയായി ഉപയോഗിക്കുന്നവരുടെ വിലപ്പെട്ട സമയമാണ് നഷ്ടമാകുന്നത്. പോപ്കോൺ ബ്രെയിൻ സിൻഡ്രോം നിങ്ങളുടെ ജീവിത നിലവാരത്തെയും ഒരു കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള കഴിവിനെയും മാനസിക ആരോഗ്യത്തെയും ഒക്കെ ബാധിക്കുമെങ്കിലും പലപ്പോഴും ഇത് ബന്ധങ്ങളെയോ തൊഴിലിനെയോ ബാധിക്കുന്നില്ല എന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അതിൽ നിന്നും എങ്ങനെ പുറത്തു കടക്കാമെന്നും അറിയേണ്ടതുണ്ട്. ഫോൺ ഉപയോഗിക്കാൻ പറ്റാത്ത സ്ഥലങ്ങൾ വീട്ടിൽ തന്നെ തയ്യാറാക്കുക. എന്നിട്ട് ഒഴിവു സമയങ്ങൾ അവിടെ ചിലവഴിക്കുക. ഫോണുകൾ ഉപയോഗിക്കുന്നതിൽ നിന്നും കൃത്യമായ ഇടവേളകൾ പാലിക്കുക. മെഡിറ്റേഷൻ, യോഗ, ശ്വസന വ്യായാമം പോലുള്ളവ പരിശീലിക്കുക. ഇത് നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും സഹായിക്കുന്നതാണ്. ഇടവേളകൾ ലഭിക്കുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ചെയ്യാൻ പറ്റുന്ന ജോലികൾ ചെയ്യുക. അങ്ങനെ ചെയ്യുന്നതിലൂടെ അവ ശീലമാവുകയും പല കാര്യങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുകയും ചെയ്യും. നമ്മുടെ സുരക്ഷ ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഇപ്പോഴുള്ള സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്ന പല കാര്യങ്ങൾക്കും ഭാവിയിൽ വലിയ വിലയായിരിക്കും കൊടുക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെ ഭാവിയെ മുൻനിർത്തി നമ്മുടെ ആരോഗ്യത്തെ കൂടി സംരക്ഷിച്ചുകൊണ്ടുള്ള സന്തോഷങ്ങൾക്ക് പുറകെ പോകുന്നതായിരിക്കും നല്ലത്.